എൻ്റെ പേര് സുരേഷ്, സ്വദേശം തൃശ്ശൂർ. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 30 വയസ്സായി. എൻ്റെ വീട്ടിലെ വേലക്കാരിയെക്കുറിച്ചായിരുന്നു ഈ കഥകൾ. എൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ശാന്ത. വയസ്സൊരു 45 വയസ്സുണ്ടാവും. ശാന്ത ഡെയിലി എൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ വരാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ അവരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇനി ശാന്തയെപ്പറ്റി പറയാം. വെളുത്ത് അത്യാവശ്യം ശരീര സൗന്ദര്യം ഉള്ള യുവതിയായിരുന്നു. നല്ല ഷേപ്പുള്ള സൗന്ദര്യമായിരുന്നു അവർക്ക്. അവളുടെ ഭർത്താവ് ഒരു മുഴുകുടിയനായിരുന്നു. 2 മക്കളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു അവൾക്ക് കുടുംബം നടത്താൻ. അവൾ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. വില കുറഞ്ഞ സാരിയിലും അവൾ സുന്ദരിയായിരുന്നു. മുറി ക്ലീൻ ചെയ്യുമ്പോൾ സാരി കുറച്ച് കയറ്റി മുറി വൃത്തിയാക്കാറായിരുന്നു അവരുടെ പതിവ്. എന്നും മുറി തുടയ്ക്കാൻ വരുന്ന ശാന്തയെ പിന്നീടുള്ള ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. കൂടാതെ എൻ്റെ കൂട്ടുകാർ എന്നെ ഉപദേശിച്ചു അവളെ ഒന്ന് മുട്ടി നോക്കാൻ. അന്ന് വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം അവൾ ജോലിക്ക് വന്നു. ഇതുതന്നെ അവസരം എന്ന് എനിക്ക് തോന്നി. എൻ്റെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ ശാന്തയെ ഞാൻ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവളൊന്ന് ഞെട്ടി, പിന്നെ എന്നെ തള്ളി മാറ്റി. ഞാൻ ഈ പണിക്ക് വന്നതല്ല എന്ന് പറഞ്ഞു. കൂടാതെ ഒരു കാര്യം അമ്മയോട് പറയും എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. പക്ഷേ അവൾ ആ കാര്യം ആരോടും പറഞ്ഞില്ല. പിന്നീട് ഞാൻ കുറച്ച് ദിവസം അവരോട് അടുക്കാൻ പോയില്ല. ഒരു ദിവസം അവൾ എൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ മറുപടിയായി പറഞ്ഞു, ശാന്തയ്ക്കല്ലേ എന്നോട് ദേഷ്യം, ഞാനല്ലേ തെറ്റ് ചെയ്തത്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാനെല്ലാം മറന്നു, ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നീട് ഞങ്ങൾ നല്ലോണം സംസാരിച്ചു തുടങ്ങി. ദിവസവും പലതിനെ പറ്റിയും സംസാരിക്കും. ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതിൽ നിന്ന് അവളെ ഒഴിവാക്കി. എൻ്റെ റൂമിൽ വന്ന് സംസാരിച്ച് അവൾ പോകും. വീട്ടിൽ എല്ലാ മലയാള വാരികയും വരുത്തുമായിരുന്നു. അവൾക്ക് വായിക്കാൻ വേണം, എന്നാൽ അച്ഛനോട് ചോദിക്കാൻ പേടിയായിരുന്നു. ഒരിക്കൽ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന മംഗളവാരിക വായിക്കാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. പിന്നീട് ഞാൻ അവൾക്ക് വേണ്ടി വാരികകൾ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. അവൾ മെല്ലെ മെല്ലെ എന്നോട് അടുത്തു തുടങ്ങി. ഞങ്ങൾ പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ വാരികയിലെ റൊമാൻസിലേക്ക് കടന്നു. സംസാരം പലപ്പോഴും അങ്ങനത്തെ വഴിയിലേക്ക് പോയി. ചിലപ്പോൾ ചില നോവലിലെ ചില കളികളെ പറ്റി പറയാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല അടുപ്പത്തിലായി. അവളുടെ ഭർത്താവിനെ പറ്റിയും പറയാൻ തുടങ്ങി. ദിവസവും കുടിച്ചു വന്ന് അവളെ ഉപദ്രവിക്കുകയെന്നും ഒരു സുഖവുമില്ല എന്നു പറയും. ഒരിക്കൽ ഓണത്തിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ ഒരു 500 രൂപ അവൾക്ക് കൊടുത്തു. അവൾക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി. 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അച്ഛനും അമ്മയും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡോക്ടറെ കാണാൻ പോയി. ഞാൻ നേരെ വീട്ടിലേക്ക്. വീടിൻ്റെ കീ ശാന്തയുടെ കയ്യിൽ കൊടുത്തിരുന്നു. ഞങ്ങൾ വരുമ്പോഴേക്കും വീട് ക്ലീൻ ചെയ്യാനായിരുന്നു അത്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടച്ചിരുന്നു. ബെല്ലടിച്ചപ്പോൾ ശാന്ത തുറന്നു. എന്നെ കണ്ടപ്പോൾ മുഖത്ത് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അമ്മയും അച്ഛനും കുറച്ച് കഴിഞ്ഞേ വരൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ വാതിലടച്ചു ശേഷം എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അവൾ പെട്ടെന്ന് പറഞ്ഞു, നിന്നെ കാണാതെ ഞാൻ വിഷമിച്ചു എന്ന്. ഞാനും ശാന്തയെ കാണാതെ വിഷമിച്ചു എന്ന് പറഞ്ഞു. അവൾ എന്നെ ചേർത്ത് പിടിച്ചു. കവിളിൽ ഒരു ചുംബനം നൽകി. ഞാനും കൊടുത്തു ഒരു ചുംബനം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെണ്ണെന്നെ ചുംബിക്കുന്നത്. ശാന്ത ചുംബനം കൊണ്ട് പൊതിയാൻ തുടങ്ങി. എനിക്കുള്ള സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ആദ്യ സുഖം ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ എൻ്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് ചേർത്തി അമർത്തി പിടിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തിനും തയ്യാറായി നിന്നു. രണ്ടാളും ഈ ലോകത്തെ അല്ലാതായിരുന്നു. പെട്ടെന്നാണ് പാൽക്കാരൻ വന്ന് ബെല്ലടിച്ചത്. അപ്പോൾ ഞാൻ പോയി വാതിൽ തുറന്നു പാൽ വാങ്ങി. തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അവൾ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, അമ്മ വരും, ഞാൻ നാളെ റൂമിൽ വരാം. നിരാശയാണെങ്കിലും അവൾ വരാമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയതേയില്ല. എൻ്റെ ചിന്ത മുഴുവൻ ശാന്തയുടെ കൂടെയുള്ള നാളത്തെ
ആ ഒരു സുഖമായിരുന്നു. പിറ്റേന്ന് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. പതിവിലും വിപരീതമായി അവൾ നല്ല ഒരു പിങ്ക് സാരിയും അതിന് ചേർന്ന ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. ഞാൻ കൂടുതൽ നോക്കാതെ എൻ്റെ മുകൾ നിലയിലുള്ള റൂമിലേക്ക് പോയി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് നിറയെ ശാന്തയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ ഏട്ടന് സുഖമില്ല, അതുകൊണ്ട് അമ്മയോ അച്ഛനോ അവിടേക്ക് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയ ശേഷം വാതിൽ അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഏകദേശം 10 നിമിഷം കഴിഞ്ഞു. ആ 10 നിമിഷം എനിക്ക് 10 മണിക്കൂറായി തോന്നി. ശാന്ത മുകളിലേക്ക് കയറി വന്നു. അവൾ നേരെ എൻ്റെ മുറിയിലേക്കാണ് വന്നത്. ഞാൻ എഴുന്നേറ്റു അവളെ നോക്കി. കയ്യിൽ മുറി ക്ലീൻ ചെയ്യാനുള്ള ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പോയി. രണ്ടാളും കുറച്ചു നേരം കണ്ണിൽ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആഗ്രഹം. വീണ്ടും ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അടങ്ങാത്ത എന്തോ വികാര വേലിയേറ്റം ആ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. അതിനുവേണ്ടി കാത്തു നിന്ന പോലെ അവൾ എന്നിലേക്ക് ചാഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കെന്താ അറിയില്ല, നിന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതും പറഞ്ഞവൾ എന്നെ വരിഞ്ഞു മുറുക്കി. ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ ആവേശം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എനിക്ക് ശരിക്കും എൻ്റെ എല്ലാ കൺട്രോളും പോയിരുന്നു. ഞാൻ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ച് മെല്ലെ എൻ്റെ ബെഡിലേക്ക് ഇരുത്തി. എന്നിട്ട് അവളുടെ ആ സാരിയിൽ ഞാൻ പിടുത്തമിട്ടു. പെട്ടെന്ന് അവൾ തന്നെ പറഞ്ഞു, ഞാൻ ഈ സാരി ഒന്ന് അഴിച്ചു വെക്കട്ടെ, ഇതിൽ ചുളിവ് വീഴും, അമ്മ വന്നാൽ അത് പെട്ടെന്ന് നോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, ആയിക്കോട്ടെ. പെട്ടെന്ന് നേരെ വിപരീതമായി എന്നെ അവൾ ബെഡിൽ പിടിച്ചിരുത്തി. ശാന്ത മുട്ടിന്മേൽ ഇരുന്നു. പിന്നീട് അവിടെ എന്തെല്ലാം നടക്കുന്നുമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാത്തുള്ള ഒരു സുഖമായിരുന്നു. എനിക്ക് ആ സുഖം കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പതുക്കെ അവളെ ബെഡിൽ പിടിച്ചിരുത്തി. പിന്നീട് അവിടെ നടന്നത് അവളുടെ ശീൽക്കാരവും ശബ്ദമായിരുന്നു. ഞാൻ ഏതോ സ്വർഗത്തിലെന്ന പോലെയായി. 10 മിനിറ്റിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും തളർന്ന് അവശനായി കിടന്നു. അങ്ങനെ ഞങ്ങളുടെ കിടപ്പ് എത്ര നേരമെന്ന് അറിയില്ല. ഞങ്ങൾ ചെറുതായൊന്ന് മയങ്ങിപ്പോയി.